മുഹമ്മദ് നബി ജീവചരിത്രം ഭാഗം 7. ഇസ്ലാമിക ചരിത്രങ്ങൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നബിയുടെ അഞ്ചാമത്തെ പൃഥിവ്യ പരമ്പരയിൽപ്പെട്ട ഒരു പൃഥിവ്യ സഹോദരിയായിരുന്നു കുലീനയും പവിത്രയും സുന്ദരിയുമായിരുന്ന ഖദീജ ബീവി. അവരുടെ സ്വഭാവ മഹിമയുടെ പേരിൽ ജനങ്ങൾ അവർക്ക് ത്വാഹിറ അഥവാ പരിശുദ്ധ എന്ന പേര് നൽകി ആദരിച്ചിരുന്നു. അവരെ ആദ്യം വിവാഹം കഴിച്ചിരുന്നയാൾ മരണപ്പെട്ടപ്പോൾ അവരെ മറ്റൊരാൾ വിവാഹം കഴിച്ചു. അയാളും മരണപ്പെട്ടു. എങ്കിലും ധാരാളം സമ്പത്തിന്റെ ഉടമയും സുന്ദരിയും കുലീനയുമായ അവരെ വിവാഹം കഴിക്കാൻ പലരും കൊതിച്ചിരുന്നു. അവരിലൊന്നും താല്പര്യം കാണിക്കാതെ അവർ കഴിഞ്ഞുകൂടുകയായിരുന്നു. പണം ധാരാളം കൈവശമുണ്ടായിരുന്നതിനാൽ അവർ ധാരാളം കച്ചവടച്ചരക്കുകൾ വാങ്ങി അത് വിശ്വസ്തരായ കച്ചവടക്കാരെ ഏൽപ്പിച്ച് ദൂരദേശങ്ങളിൽ കൊണ്ടുപോയി കച്ചവടം നടത്തിക്കൊണ്ട് ധാരാളം സമ്പത്ത് സമ്പാദിച്ചിരുന്നു. നബി തിരുമേനി മുമ്പ് നടത്തിയ കച്ചവട യാത്രയിൽ തിരുമേനി പാലിച്ചിരുന്ന സത്യസന്ധതയും മാന്യതയും അതുവരെ കച്ചവടത്തിലുണ്ടായ ലാഭവുമെല്ലാം കേട്ട് മനസ്സിലാക്കിയപ്പോൾ തന്റെ കച്ചവടച്ചരക്കുമായി നബിയെ സിറിയയിലേക്ക് അയക്കുവാൻ അവർ തീരുമാനിച്ചു. അതിനായി മാന്യമായ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് അവർ നബിയെ ക്ഷണിച്ചു. നബി അത് സ്വീകരിച്ചു. നബിയെ സഹായിക്കാൻ മൈസറ എന്ന ഒരു അടിമയെയും അവർ നബിക്കൊപ്പം അയച്ചു. അവർ രണ്ടുപേരും ബസ്രയിൽ പോയി കച്ചവടം ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നല്ല ലാഭവുമായി തിരിച്ചു വന്നു. സന്തുഷ്ടയായ ഖദീജ ബീവി വാഗ്ദാനം ചെയ്തതിനേക്കാൾ കൂടുതൽ പ്രതിഫലം നബിക്ക് നൽകുകയും ചെയ്തു. ഖദീജ ബീവി മൈസറയോട് നബിയുടെ സ്വഭാവത്തെപ്പറ്റിയും കച്ചവട നിപുണതയെപ്പറ്റിയും ചോദിച്ചു മനസ്സിലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണെന്നും ജനങ്ങളോട് മാന്യത പുലർത്തുന്ന സത്യസന്ധനായ കച്ചവടക്കാരനാണെന്നും മൈസറ അറിയിച്ചു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ഭർത്താവായി കിട്ടാൻ ആ മഹദി ആഗ്രഹിച്ചു. അവരുടെ സ്നേഹിതയായ നുഫസ മുഖേന അവർ തന്റെ ആഗ്രഹം നിബിതങ്ങളെ അറിയിച്ചു. നിബിതങ്ങൾ ആ വിവരം തന്റെ പ്രതിഭന്മാരെ അറിയിക്കുകയും അവർ ഖദീജ ബീവിയുടെ പ്രതിഭനായ അംറുബിന് അസദുമായി കൂടിയാലോചിച്ച് ആ വിവാഹം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. അബൂ താലിബിന്റെ മേൽനോട്ടത്തിൽ നബിയും ഖദീജ ബീവിയും തമ്മിലുള്ള വിവാഹം സന്തോഷപൂർവ്വം നടന്നു. അപ്പോൾ നബിക്ക് 25 വയസ്സും ഖദീജ ബീവിക്ക് 40 വയസ്സും പ്രായമായിരുന്നു. ഖദീജ ബീവി നബിയെ ജീവനതുല്യം സ്നേഹിച്ചു. നബിയും ഖദീജ ബീവിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു. വിവാഹശേഷം ഖദീജ ബീവി തന്റെ ഭാരിച്ച സമ്പത്ത് മുഴുവൻ ചെലവഴിക്കാൻ നബിതങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. അവർ മരണം വരെയും നബിതങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുന്നതിൽ മാത്രം സന്തോഷം കണ്ടെത്തി. ഖദീജ ബീവിയും നബിതങ്ങളും ലോകം കണ്ട ഏറ്റവും നല്ല മാതൃകാ ദമ്പതികളായി നൂറ്റാണ്ടുകൾക്ക് ശേഷവും അറിയപ്പെട്ടു. ലോകാവസാനം വരെയും അവരുടെ ദാമ്പത്യങ്ങളിലെ നന്മകളെപ്പറ്റി പുകഴ്ത്തപ്പെടും. ജീവിതകാലം മുഴുവൻ ആ ദമ്പതികൾ പരസ്പരം സ്നേഹിച്ചും സൽക്കർമ്മങ്ങളിൽ മുഴുകിയും കഴിച്ചുകൂട്ടി. ആ ദാമ്പത്യ വല്ലരിയിൽ 6 സന്താനങ്ങളെയും അള്ളാഹു അവർക്ക് നൽകി. അവരിൽ 2 പേർ ആൺകുട്ടികളായിരുന്നു, 4 പേർ പെൺകുട്ടികളും. ഹാസിം, അബ്ദുള്ള എന്നിവരായിരുന്നു ആൺകുട്ടികൾ. അവർ ചെറുപ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി. സൈനബ, ഫാത്തിമ, ഉമ്മുക്കുൽസു, റുഖിയ എന്നിവരായിരുന്നു പെൺമക്കൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.